ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ്റെ ചെറിയ പീസസ് വെച്ചിട്ടും അൽഫാം ചിക്കൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുകയാണ്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള 2 ചിക്കൻ നല്ലതുപോലെ കഴുകി നല്ലതുപോലെ വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 ടേബിൾ സ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ അനിയത്തിയാണ് ഈ അൽഫാം ചിക്കൻ തയ്യാറാക്കുന്നത്. അപ്പോൾ അത് നിങ്ങളിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഈ മസാല ചിക്കനിലേക്ക് ഒന്ന് പുരട്ടിയതിന് ശേഷം കുറച്ച് മസാല അവളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മല്ലി, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക്, 3 ചെറിയ കഷ്ണം പട്ട, 3-4 ഗ്രാമ്പൂ, 2-3 ഏലയ്ക്ക, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം, പിന്നീട് ഒരു 6 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ചിക്കൻ പീസസ് ചെറുതായതുകൊണ്ട് അവൾ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ. വലിയ പീസാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നല്ലതുപോലെ തന്നെ വരഞ്ഞെടുക്കണം. നന്നായിട്ട് ചൂട് മാറിയതിന് ശേഷം ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി മറ്റൊരു മസാല കൂടി അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു വലിയ സവാള, ഒരു തക്കാളി, അതുപോലെ തന്നെ ഒരു 5 പച്ചമുളക്, ഒരു പിടിയോളം മല്ലിയില, ഇത് ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്തിട്ടുള്ള മസാലപ്പൊടികൾ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഇപ്പം നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ സവാളയും തക്കാളിയും ഒക്കെ ചേർന്നിട്ടുള്ള ആ പേസ്റ്റ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് പുരട്ടിയെടുക്കാം. വറ്റൽമുളകും കുരുമുളകും പച്ചമുളകും ഒക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ചിക്കന് നല്ല എരിവുണ്ട്. ഇനി നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കുകയാണ്. രാവിലെ 9 മണിക്ക് മസാല പുരട്ടി ഇത് ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ട് വൈകുന്നേരം 7 മണിയായപ്പോഴേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. തയ്യാറാക്കുന്നതിന് അരമണിക്കൂർ മുന്നേ ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്ത് വയ്ക്കണം. അപ്പോൾ ദാ വീടിന് പുറത്ത് അനിയത്തി ഒരു അടുപ്പൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. 3 ഭാഗത്തും ചുടുകട്ട വെച്ചിട്ട് പെട്ടെന്ന് എൻ്റെ അനിയത്തി ചെയ്തിട്ടുള്ള ഒരു അടുപ്പാണിത്. അടുപ്പിലേക്ക് കുറച്ച് അധികം തന്നെ വിറകിട്ട് കൊടുത്തിട്ട് അത് നല്ലതുപോലെ കത്തിച്ച് കനലാക്കിയതിന് ശേഷം ഗ്രില്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ആ ചിക്കൻ വെച്ച് കൊടുക്കുന്നത്. ചിരട്ട കൊണ്ട് കനലാക്കിയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നല്ല കട്ടിയുള്ള വിറകായതുകൊണ്ട് തന്നെ നല്ലതുപോലെ ചൂട് കിട്ടും. ചൂടുകൊണ്ട് ചിക്കനിൽ നിന്നും കൊഴുപ്പൊക്കെ ഇങ്ങനെ ഉരുകി കനലിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ക്യാമറയിലേക്ക് അങ്ങോട്ട് കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് റെഡി ആയപ്പോഴേക്കും അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അവൾ 2 ചട്ടുമൊക്കെ ഉപയോഗിച്ചിട്ടാണ് അതൊന്ന് മറിച്ച് വെച്ച് കൊടുക്കുന്നത്. ഒരു 2 പ്രാവശ്യമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ചിക്കൻ വേവുന്നത് വരെയും ഈ കനലിൽ തന്നെ ആയിരിക്കണം. അല്ലാതെ തീ കത്താൻ ഇടവരരുത്. തീ കത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ഈ ചിക്കൻ അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ 2 പ്രാവശ്യം തിരിച്ചു മറിച്ചുമൊക്കെ വെച്ച് കുത്തി നോക്കുന്ന സമയത്ത് ചിക്കൻ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. 5-6 ചുടുകട്ടയും ചെറിയൊരു ഗ്രില്ലും കുറച്ച് വിറകോ ചിരട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലും നമുക്ക് തന്നെ അൽഫാം ചിക്കൻ തയ്യാറാക്കാം. ഇതോടൊപ്പം കഴിക്കാൻ കുബൂസും മയോണൈസും ഒക്കെ അനിയത്തി തന്നെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി അതെല്ലാം കൂടി കഴിച്ച് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ.
ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.